പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ആരാകാൻ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ ഇന്നത്തെ പോലെ ഡോക്ടറും എഞ്ചിനീയറും ഒന്നും അന്നില്ല. ഒന്നുകിൽ ടീച്ചർ അല്ലെങ്കിൽ നഴ്സ്, അതും അല്ലെങ്കിൽ പിന്നെ ആകാൻ ടൈപ്പിസ്റ്റാണ്. അപ്പോൾ ഇതിലേതാ എനിക്ക് ആഗ്രഹം എന്ന് ചോദിച്ചാൽ ഞാൻ പറയാൻ ടൈപ്പിസ്റ്റ് ആകാൻ. കാരണം ഏതെങ്കിലും ഒരു ചെറിയ ഓഫീസിന്റെ മുന്നിൽ കൂടി പോകുമ്പോൾ ഇന്നത്തെ കാലത്തെ പോലെ കമ്പ്യൂട്ടർ ഒന്നും ഇല്ലാതെ ടൈപ്പ് റൈറ്റിങ്ങിലാണല്ലോ നമ്മൾ ടൈപ്പ് ചെയ്യാൻ. അപ്പോൾ അതിന്റെ ആ മെഷീനിൽ വെച്ചിട്ട് വിരലുകൊണ്ട് പടപടേന്ന് അടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ സ്പീഡിൽ വിരൽ വെച്ചിട്ട് ചെയ്യണമെന്നുള്ളത്. പക്ഷെ എന്തായാലും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പഠിത്തം നിർത്തേണ്ട വന്നുകൊണ്ട് തന്നെ ടൈപ്പിസ്റ്റ് ആകാനുള്ള ആഗ്രഹവും അവിടെ തന്നെ നിർത്തേണ്ട വന്നു. അണിഞ്ഞൊരുങ്ങാനും അണിയിച്ചൊരുക്കാനെല്ലാം നല്ലോണം ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ പിന്നത്തെ ആഗ്രഹം ഒരു ബ്യൂട്ടീഷ്യൻ ആകാന്നുള്ളതായിരുന്നു. പക്ഷെ അന്നത്തെ കാലം ഈ ഒരു ആഗ്രഹം പുറത്തു പറയാൻ വേണ്ടിയിട്ട് പറ്റൂല. ഇതെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തോ ഒരു തെറ്റ് ചെയ്യാൻ പോകുന്ന പോലത്തെ ഒരു ഭാവത്തിലാന്ന് എല്ലാവരും നോക്കിക്കാണാം. അതുകൊണ്ട് തന്നെ ആ ഒരു ആഗ്രഹവും മനസ്സിൽ തന്നെ കൊണ്ടുവന്ന് പിന്നെ അത് ഏറെക്കുറെ സാധിച്ചെടുത്തത് കുടുംബത്തിൽ എവിടെയെങ്കിലും ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ ആ മണവാട്ടി പെണ്ണിനെ സ്വന്തമായിട്ട് ഞാനിങ്ങ് ഏറ്റെടുത്ത് എൻ്റെതായ രീതിയിൽ മേക്കപ്പും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അണിയിച്ചൊരുക്കുമ്പോൾ നല്ലൊരു സന്തോഷം കിട്ടലുണ്ട്. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ബ്യൂട്ടീഷ്യൻ എന്ന ആഗ്രഹം എൻ്റെ മകളിലൂടെ സാധിച്ചെടുത്തതിൻ്റെ ഒപ്പരം തന്നെ സ്വന്തമായിട്ട് ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങാനും പറ്റി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഇപ്പോൾ എത്ര തിരക്കുണ്ടായി കഴിഞ്ഞാലും ഒരു ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും ഇവിടെ വന്നിട്ടിരുന്നിട്ട് എന്നെക്കൊണ്ട് പറ്റും പോലെ എന്തെങ്കിലും എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടായാലും അത് നമ്മളെ തേടി വരുമെന്നുള്ളത് എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ഉള്ളതാന്ന് ഇപ്പം ബോധ്യമായി.